മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പി.വി. അൻവർ എം.എൽ.എ. മുഖ്യമന്ത്രി ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുവെന്നും എം.ആർ. അജിത് കുമാറിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ലെന്നും അൻവർ വിമർശിച്ചു. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് കേസുകൾ ഒരു സമുദായത്തെ അടിച്ചേൽപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതായും അൻവർ ആരോപിച്ചു. ഇടതുമുന്നണിയിൽ നിന്നും അകന്നതോടെ അൻവറിനെ പൂട്ടാൻ CPM-ഉം സർക്കാരും തലപോയിക്കുമ്പോഴാണ് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളുമായി അൻവർ രംഗത്ത് വന്നത്. ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരാക്കുന്നുവെന്ന് അൻവർ ആരോപിച്ചു. മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മുഖ്യമന്ത്രി ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും അൻവർ വിമർശിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം അവിടെ പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിനോട് അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. ഞാൻ സമുദായം പറയാമെന്നതല്ല ഇവിടെ, പക്ഷെ ഈ പോക്കുണ്ടല്ലോ വളരെ അപകടകരമായ പോക്കാണ്. പോലീസിനെതിരെയും അൻവർ ആരോപണ ശരങ്ങൾ അഴിച്ചുവിട്ടു. കൊള്ളസംഘത്തിന് വിഹരിക്കാൻ പോലീസിന്റെ ചെറിയ വിഭാഗം സഹായം ചെയ്യുന്നു. ലഹരിക്കടത്തിന് പിന്നിലും പോലീസുണ്ട്. ലഹരിക്കടത്തിന്റെ പേരിൽ പോലീസ് ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബന്ധമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവരാണ് സാധനം കൊണ്ടുവരുന്നത്, ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത്, ഇതിന്റെ പണം മുടക്കുന്നതും ലാഭമെടുക്കുന്നതും അവർ. എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ ചെറുപ്പക്കാരെ കൊടുക്കുക. മാമി തിരോധാന കേസിൽ നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും നടക്കില്ല. വിഷയത്തിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുകയാണെന്നും അൻവർ പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് മാമി തിരോധാന കേസ് വിശദീകരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി.വി. അൻവർ. ജനം, കോഴിക്കോട്.